ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇക്കാര്യത്തില് സിദ്ദിന് എന്നോടൊപ്പം നിൽക്കാൻ പറ്റൂ എങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വെറുതെ വേണ്ട, സാമ്പത്തികപരമായിട്ടെങ്കിൽ അങ്ങനെ, മേൽപ്പറഞ്ഞ ഐശ്വര്യമായിട്ടാണെങ്കിൽ അങ്ങനെ. നരേന്ദ്രന്റെ അച്ഛനും ഞാനും വലിയ ചങ്ങാതിമാരായിരുന്നു. ഞാൻ പറഞ്ഞതല്ലേ അന്ന് നിശ്ചയം മുടങ്ങിയപ്പോ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വേണോന്ന്. അകന്നതോ അടുത്തതോ അത് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം എന്റെ അഭിമാനത്തിന്റെ കാര്യമാ. നിശ്ചയത്തിന്റെ അന്ന് ഞാൻ തലതാഴ്ത്തി നിന്നത് ആരൊക്കെയാണോ കണ്ടത് അവരും മുഴുവനും നാളെ ഇവിടെ വേണം. അവരെ വിളിച്ചിട്ട് കിട്ടിയില്ല. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ കാർ എടുത്തു പോണം, പോയി അന്വേഷിക്കണം. എവിടെയായാലും കണ്ടുപിടിച്ച് കൊണ്ടുവരണം. മനസ്സിലായോ? ഞാൻ രാവിലെ പോകാമേ. നാളത്തേക്കുള്ളതൊക്കെ ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ആ എന്നാ നിങ്ങൾ ചെല്ല്. നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തും ഒരു സംശയം തെളിഞ്ഞു കാണുന്നുണ്ട്. ആ രണ്ട് സംശയങ്ങളും എന്താണെന്ന് എനിക്കറിയാം. ജയേട്ടന് എന്റെ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയണം. പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാം. എന്റെ മൂത്ത മോന്റെ വിവാഹ റിസപ്ഷൻ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും വിളിച്ചു വരുത്തി ആഘോഷിക്കാം. അതിനപ്പുറം മറ്റൊരു ദുരുദ്ദേശവും ഇല്ല. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ആ ഇനി ഭദ്രേട്ടന്റെ കാര്യം. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. അത് മാത്രം മനസ്സിലാക്കിയാ മതി. സിദ്ധനെ കുറെ നാളെ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. ഞാന് കുറെ നാൾ മുമ്പ് ഇവിടെ വന്നിരുന്നു. അപ്പോ ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സിദ്ധൻ വന്നു എന്നറിഞ്ഞോണ്ടാ ഞാൻ കാണാൻ വന്നത്. ഞാൻ യാത്രയിലായിരുന്നു. ആത്മീയമായി എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചാലും അറിയാതെ പറ്റുന്ന പാപങ്ങൾ തീരട്ടെ എന്ന് കരുതി യാത്രയും അമ്പല ദർശനങ്ങളുമായിരുന്നു. വന്ന കാര്യം മുഹദാവിൽ പറയാം. അല്ല, സിദ്ധന് അറിയാവുന്ന കാര്യം തന്നെയാ. ഇലവുദേശം കൊട്ടാരത്തിലെ ഒരു പഴയ മാലയുണ്ടല്ലോ, മണിമാല. അതിനെക്കുറിച്ച് അറിയേണ്ടത്. അതിന്റെ പ്രത്യേകതകളൊന്ന് പറഞ്ഞുതരൂ സിദ്ധരെ. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു ആഗ്രഹം. പറയാം. ആ ക്ഷേത്രം വെറും ഒരു പ്രാർത്ഥനാലയം മാത്രമല്ല. 12 വർഷത്തിലൊരിക്കൽ ദേവി അവിടെ വരുമെന്നും തന്റെ പ്രജകളെ കാണുമെന്നുമാണ് ഐതിഹ്യം. ദേവിയുടെ രൂപഭാവങ്ങൾ വർണ്ണിക്കുമ്പോൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ദേവി ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ. അതിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് മണിമാല. ദേവിയെ രത്നാലങ്കാരഭൂഷിത എന്നും വിശേഷിപ്പിക്കാറുണ്ട്. മണിമാല എന്നത് കേവലം ഒരു ആഭരണം മാത്രമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ചൈതന്യത്തെയും ഊർജത്തെയും കോർത്തിണക്കിയ ഒരു കണ്ണുകൂടിയാണ് മണിമാല. മനസ്സിനെ ഏകാഗ്രമാക്കി മണിമാല ഉപയോഗിക്കുന്നവർക്ക്, അതായത് പൂജിക്കുന്നവർക്ക്,
ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുമെന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമെന്നും പറയപ്പെടുന്നു. ആ മാലയിലെ ഓരോ മുത്തും പ്രപഞ്ചതാളത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മനസ്സിന് ശാന്തിയും സമാധാനവും എപ്പോഴും ഉണ്ടാവും. ഏതു മേഖലയിൽ കൈവച്ചാലും അവിടെ ഉയർച്ച മാത്രമേ സംഭവിക്കൂ. എല്ലാം കൊണ്ടും ഒരു രാജാവിന്റെ ജീവിത സുഖത്തിലേക്ക് ആ മണിമാല നമ്മെ കൊണ്ടെത്തിക്കും. അത് ശരി. അപ്പോ അതാണ് രമേശി ഇതിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. മണിമാലയിൽ കൂടി കിട്ടുന്ന ഐശ്വര്യം രമേശിക്ക് വേണ്ട, എനിക്ക് വേണ്ട. പറഞ്ഞതൊക്കെ മനസ്സിലായോ? മനസ്സിലായി. ഈ പറഞ്ഞ ഗുണങ്ങൾ പോലെ തന്നെ അപകടവുമുണ്ട്. അത് ഞാൻ വഴിയേ പറയാം. ആയിക്കോട്ടെ. അപ്പോ മണിമാല കൈ കിട്ടിയ ആഗ്രഹിച്ച് എന്ത് നേടാം, അല്ലേ സിദ്ധരെ? അതെ. പക്ഷെ കയ്യിലേക്ക് വന്നു ചേരാൻ വലിയ പ്രയാസമാണ്. അത് ഞാൻ ഏറ്റു. ഇക്കാര്യത്തില് സിദ്ധിന് എന്നോടൊപ്പം നിൽക്കാൻ പറ്റൂ എങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വെറുതെ വേണ്ട, സാമ്പത്തികപരമായിട്ടെങ്കിൽ അങ്ങനെ, മേൽപ്പറഞ്ഞ ഐശ്വര്യമായിട്ടാണെങ്കിൽ അങ്ങനെ. നരേന്ദ്രന്റെ അച്ഛനും ഞാനും വലിയ ചങ്ങാതിമാരായിരുന്നു. ഈ ചങ്ങാതിയുടെ മകൻ വന്നൊരു കാര്യം ആവശ്യപ്പെടുമ്പോ എങ്ങനെയാ പറ്റില്ലാന്ന് മുഖമടച്ച് പറയാൻ പറ്റുന്നത്? എനിക്കും കൂടി ഗുണമുള്ള കാര്യമല്ലേ? അപ്പോ തന്നോടൊപ്പം ഞാനും കൂടാം. ചേച്ചി, അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതുണ്ട്. ആ ദുശീലം മാറ്റണോന്നാ ഞാൻ പറയുന്നത്. നീ എന്തിനാ എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? മനസ്സിൽ ഒളിപ്പിക്കുന്നതെല്ലാം എല്ലാരോടും പറയാനോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താന്ന് വെച്ചാ വേഗം പറഞ്ഞു തൊളിച്ചിട്ട് പോവാൻ നോക്ക്. റിസപ്ഷന് അച്ഛനെ കൂടെ വിളിച്ചൂടെ? വേറൊന്നും കൊണ്ടല്ല, അച്ഛന്റെ വലിയ സ്വപ്നമായിരുന്നു ചേച്ചിയുടെ വിവാഹം. അച്ഛനെ വിളിച്ച് അനുഗ്രഹം വാങ്ങിച്ചൂടെ? അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ ഏതച്ഛന്റെ അമ്മയുടെ കാര്യമായി പറയുന്നേ? എന്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു പോയതാ. ഞാനൊരു അനാഥ പെൺകുട്ടിയാ, അതിവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. നീയും അത് തന്നെ വിശ്വസിച്ചാ മതി. ഇനിയിപ്പോ നിനക്കത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ വായു അടച്ച് മിണ്ടാതെ നിന്നാ മതി. അങ്ങനെ പറഞ്ഞ രക്തബന്ധം അങ്ങനെ ഇല്ലാതാവോ?